കുറച്ചധികം നാളുകളായി തന്നെ പ്രേക്ഷകർ വിഷമത്തിലായിരിക്കുന്ന ഒരു വാർത്തയായിരുന്നു കലാഭവൻ നവാസിൻ്റെ മരണം. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ അവസാന പടം പുറത്തിറങ്ങിയപ്പോൾ പ്രേക്ഷകരെ എല്ലാവരെയും ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് രഹനയുടെ മുഖം കണ്ടപ്പോൾ തന്നെയാണ്. എപ്പോഴും ഒരുങ്ങി സുന്ദരിയായിരിക്കുന്ന രഹനയുടെ മുഖം ആകെ വാടി, കണ്ണു മുഴുവൻ തടിച്ച് വീങ്ങി കറുപ്പൊക്കെയായിരിക്കുന്നതുണ്ടായിരുന്നു. ഇത്രയും നാളുകളായി തന്നെ ആ വിഷമം ഉള്ളിലുണ്ടായിരുന്നുവെന്നും കരയുകയായിരുന്നുവെന്നും മുഖം കണ്ടാൽ തന്നെ അറിയാം. ഇന്ന് കരഞ്ഞതോ ഇന്നലെ കരഞ്ഞതോ അല്ല, ആ മുഖത്ത് ആ വിഷമം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നു അവിടെ നിന്ന് ഇതുവരെ ആ കുടുംബത്തിന് എഴുന്നേൽക്കാൻ സാധിച്ചിട്ടില്ല എന്ന്. നവാസിൻ്റെ കുടുംബം ഇപ്പോൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നതാണ് ഇന്നലെ മുതൽ പിന്നീട് ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. ഇൻഷുറൻസ് തുകയായി തന്നെ രഹനയ്ക്കും മക്കൾക്കും കിട്ടിയത് എത്രയാണെന്നും, അതുപോലെ നവാസിന് പോയ ശേഷം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഇപ്പോൾ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നുമാണ് പലരും ചോദിക്കുന്നത്. അവരുടെ കുടുംബത്തിന് പിന്നാലെ നിങ്ങൾ പോകണം, അവർക്ക് എന്താണിപ്പോൾ നേടേണ്ടതെന്നും ആവശ്യമെന്നും ചോദിക്കണം. വിവാഹം കഴിഞ്ഞിട്ട് തന്നെ അവരുടെ കൂടെ നിർത്തിയെന്ന് പറയാൻ പറ്റൂ. സംസാരത്തിനിടയിൽ നവാസിൻ്റെയും രഹനയുടെയും മക്കളെയും അദ്ദേഹം വേദിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വേദിയിൽ വെച്ച് തന്നെ സംസാരിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. 2 പെൺമക്കളാണുള്ളത്. ആൺപിള്ളേരില്ലല്ലോ എന്ന് ചിന്തിക്കുന്നിടത്ത് തന്നിട്ടില്ല പെൺപിള്ളേരെ. എല്ലാം അറിഞ്ഞു ചെയ്യുന്ന മരുമക്കളാണ് എൻ്റേത്. ഉപ്പ ഇവിടെ വേണമെന്ന് കൊണ്ടാവാൻ നവാസ് എന്നെ ഇവിടെ നിർത്തിയത്. അവൻ വന്ന ശേഷം ഞാൻ സ്വന്തമായൊരു ഡ്രസ്സ് വാങ്ങിയിട്ടില്ല എന്ന് രഹനയുടെ പിതാവ് എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് രഹനയെക്കുറിച്ച് എടുത്തു പറയുന്നത്. അവരുടെ ജീവിതത്തെക്കുറിച്ചും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നവാസ് മരിച്ചതിൻ്റെ ഭാഗമായി തന്നെ എന്താണ് നിങ്ങൾക്ക് ജീവിക്കാൻ ഇപ്പോൾ കിട്ടുന്നത് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ആരുമൊന്നും പറയാതെ തന്നെ എല്ലാം ചെയ്യുന്ന ഒരാളാണ് നവാസ് എന്നത്. അങ്ങനെ ഒരു മോൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു വിധി ദൈവം കൊടുത്തത് എന്നറിയില്ല. പറഞ്ഞു കേട്ടിട്ടില്ലേ, നല്ലവരെ ദൈവം നേരത്തെ വിളിക്കുമെന്നൊക്കെ. നമ്മളെയൊക്കെ ചീത്തയായി ഇവിടെ ജീവിക്കണമെന്നായിരുന്നു. ഇത്രയും വർഷം പണിയെടുത്തു, ചെറിയ വീട്ടിൽ താമസിക്കുന്നു എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു. പുള്ളിക്ക് വലിയ വേറൊരു വീടുണ്ട്. ചെറിയ വീടാണ്, പക്ഷെ കൂടുതൽ ഇഷ്ടം. 1 രൂപ പോലും കടമില്ലാത്ത ഒരാളാണ്. പ്രോഗ്രാം ഇല്ലാത്ത സമയത്ത് പോലും പൈസ ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. തനിക്ക് കിട്ടുന്നതിൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടിയാണ്. നോട്ടെന്ന് പറയുന്നത് കടലാസാണ്, അത് ചിലവാക്കാനാണല്ലോ ഉപ്പ എന്നൊക്കെ പറയും. മക്കളെയൊക്കെ തന്നെയും സേഫ് ആക്കിയിട്ടുണ്ട്. ആഡംബരം അങ്ങനെ ചെയ്യില്ല. നവാസിന് അങ്ങനെ ഒരു ഇൻഷുറൻസ് ഒന്നുമില്ലായിരുന്നു. 28 ലക്ഷം തന്നു എന്നൊക്കെ പറയുന്നതിൽ വാസ്തവമില്ല. മക്കൾ അവരുടെ ഡ്രസ്സുകൾ മാത്രമേ ഇടാറുള്ളൂ. അവൻ്റെ ഡ്രസ്സുകൾ ഇടുമ്പോഴാണ് മക്കൾക്കൊരാശ്വാസം. അതിടുമ്പോൾ അവനെ കിട്ടുന്നുണ്ടെന്നാണ് മക്കൾ പറയുന്നത്. അവരുടെ സന്തോഷത്തിന് നമ്മളൊന്നും എതിർത്ത് നിൽക്കാറില്ല. എന്നാൽ അത്തരത്തിൽ അവർ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് അദ്ദേഹത്തിനോടുള്ള ഓർമ്മയും സ്നേഹവുമാണ് മനസ്സിലുണ്ടാവുന്നത്. പ്രേക്ഷകരും അതെടുത്തു പറയുന്നു. മക്കൾ ഇതിനു മുൻപും ഇത് പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിൻ്റെ വാർത്തയെക്കുറിച്ച് പ്രതികരിച്ചിട്ടുമുണ്ട്. ആരാധകർക്ക് വളരെയധികം സ്നേഹമാണ് രഹനയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ. രഹനയും ഭർത്താവും വളരെയധികം സ്നേഹത്തോടെയാണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാറുള്ളത്. പ്രേക്ഷകരും വളരെ സ്നേഹത്തോടെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാറുള്ളത്. ആരാധകരുടെ സ്നേഹം വളരെയധികം തന്നെയാണ് ലഭിക്കാറുള്ളതെന്നും പറയാം. പ്രേക്ഷകർക്ക് ഓരോ തവണ ലഭിക്കുന്ന വാർത്തയും ഇതിൽ തന്നെ പ്രധാനമായി മാറുകയാണ്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടൊരു വാർത്തയായും ഇത് മാറുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.